വിശദമായ വാർത്തയിലേക്ക്. ബിജെപിക്കെതിരെ 1800 കോടി രൂപയുടെ കോഴ ആരോപണവുമായി കോൺഗ്രസ്. കർണാടക മുൻ മുഖ്യമന്ത്രി ബി.എസ്. യെദ്യൂരപ്പയുടെ ഡയറി കുറിപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് അഴിമതി ആരോപണം. പാർട്ടി കേന്ദ്ര കമ്മിറ്റിക്ക് 1000 കോടി രൂപ നൽകിയെന്നും രാജ്നാഥ് സിംഗും അരുൺ ജെയ്റ്റ്ലിയും നിതിൻ ഗഡ്കരിയും അടക്കമുള്ള നേതാക്കൾക്കായി 500 കോടി നൽകിയെന്നും യെദ്യൂരപ്പയുടെ ഡയറി കുറിപ്പിൽ പറയുന്നു. ജഡ്ജിമാർക്കും അഭിഭാഷകർക്കുമായി 300 കോടി രൂപ നൽകിയെന്നും ഡയറിയിലുണ്ട്. ഒരു ഇംഗ്ലീഷ് മാസിക പ്രസിദ്ധീകരിച്ച ഡയറിയുടെ പേജുകൾ പുറത്തുവിട്ട് കോൺഗ്രസ് നേതാവ് रणदीप सिंह सुरजेवालയാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. 2690 करोड़ रुपया वसूला गया और 1800 करोड़ रुपया 1000 प्लस 800 करोड़ रुपया भारतीय जनता पार्टी के नेतृत्व को पहुंचाया गया. भारतीय जनता पार्टी के शीर्षतम नेतृत्व के नाम है. 1000 करोड़ रुपया भारतीय जनता पार्टी की सेंट्रल कमेटी को दिया गया. मोदी जी से लेकर अब पूरे भारतीय जनता पार्टी के सारे नेतृत्व पर 1800 करोड़ की रिश्वत के इल्जाम हैं. और अगर डायरी में कोई सच्चाई नहीं तो मोदी जी से लेकर उनके सारे भाजपा नेतृत्व ने इसकी जांच क्यों नहीं करवाई? फर्स्ट इंडिपेंडेंट इन्वेस्टिगेशन मोदी जी और पूरे भाजपा नेतृत्व के खिलाफ क्यों ऑर्डर नहीं की जा सकती? പുറത്തുവിട്ട രേഖകളിലെ കൈപ്പടയോ ഒപ്പോ തന്റേതല്ലെന്ന് കർണാടക മുൻ മുഖ്യമന്ത്രി യെദ്യൂരപ്പ. പരാജയ ഭീതി പൂണ്ട കോൺഗ്രസിന്റെ ജൽപ്പനങ്ങൾ മാത്രമാണിപ്പോൾ പുറത്തുവരുന്നത്. കോൺഗ്രസിനും വാർത്ത പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് മാസികയ്ക്കുമെതിരെ മാനനഷ്ട കേസ് കൊടുക്കുമെന്നും യെദ്യൂരപ്പ പറഞ്ഞു. To be frank, all the issues being raised by Congress, including one raised by them today about alleged payment of crores of rupees, has been already inquired and found that documents are fake. IT department officials have already probed the issue to find that the documents and signatures and handwritten notes are forged one. Congress leaders who are apt in carrying out all these atrocious and malicious campaigns planted this story in the media to gain political mileage in the coming elections. ബി.എസ്. യെദ്യൂരപ്പ ബി.ജെ.പി. നേതാക്കൾക്ക് കോഴ നൽകിയെന്ന ആരോപണത്തെ തള്ളി കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ്. കാരവൻ മാസികയുടെ ആരോപണം മല എലിയെ പ്രസവിച്ചതുപോലെയാണ്. ബി.ജെ.പിക്കെതിരെ ഉന്നയിക്കാൻ ആരോപണങ്ങൾ ഇല്ലാതെ വരുമ്പോൾ നുണയ്ക്ക് പിന്നാലെ പോകുന്നത് കോൺഗ്രസിന്റെ പതിവാണെന്നും രവിശങ്കർ പ്രസാദ് പറഞ്ഞു. Many top leaders are on bail, are suffering various proceedings that includes from the uncles to brother-in-laws to many other family members, has now resorted to falsehood, misrepresentation and a web of lies. Will the Congress party now do its politics only on false lies and misrepresentation? The net upshot of all this is that Congress party is desperate. And in view of the imminent defeat starking at its face, Congress party has lost its balance. കെ പി അഭിലാഷ ചേരുന്നു. അഭിലാഷ, യെദ്യൂരപ്പയ്ക്കെതിരായ ആരോപണത്തെക്കുറിച്ച് ബി.ജെ.പിയുടെ രവിശങ്കർ പ്രസാദിന്റെ പ്രതികരണം എങ്ങനെയാണ്? വിവരങ്ങൾ. ധന്യ മല എലിയെ പ്രസവിച്ചതുപോലെയാണ് യെദ്യൂരപ്പയ്ക്കെതിരായ ആരോപണം എന്നാണ് രവിശങ്കർ പ്രസാദ് അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. കോൺഗ്രസിന് ബി.ജെ.പിക്കെതിരെ ഉന്നയിക്കാൻ ആയുധങ്ങളില്ലാതെ വരുമ്പോൾ ഇത്തരത്തിൽ തെറ്റായ കാര്യങ്ങൾ പറയുകയും നുണ പറയുകയും ചെയ്യുക എന്നത് തന്നെയാണ് ശീലം. കോൺഗ്രസിന്റെ നേതാക്കൾ എല്ലാവരും തന്നെ ഇപ്പോൾ ജാമ്യമെടുത്താണ് പുറത്തുകൂടി നടക്കുന്നത് എന്നും കോൺഗ്രസ് കുടുംബത്തെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തെ അടക്കം പരോക്ഷമായി ആക്ഷേപിച്ചുകൊണ്ടാണ് രവിശങ്കർ പ്രസാദ് വാർത്താ സമ്മേളനം നടത്തിയത്. 2017 ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നത് എന്നും അതിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് എന്നുമായിരുന്നു കോൺഗ്രസിന്റെ നേതാവ് രൺദീപ് സിംഗ് സുർജേവാല വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. എന്നാൽ ഇതിനു മുമ്പ് തന്നെ ഇത് ആദായ നികുതി വകുപ്പ് അന്വേഷിച്ച് തള്ളിയ സംഭവമാണ് എന്നുകൂടി ബി.ജെ.പി. പറഞ്ഞു വെക്കുന്നു. കാരവൻ മാഗസിൻ പുറത്തുവിടുന്ന റിപ്പോർട്ട് അനുസരിച്ച് 1800 കോടി രൂപ ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വത്തിനും നേതാക്കൾക്കും നൽകി എന്നുള്ളതാണ്. ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന് 1000 കോടി രൂപ, നിതിൻ ഗഡ്കരിക്കും അരുൺ ജെയ്റ്റ്ലിക്കും
150 കോടി രൂപ വീതം, നിതിൻ ഗഡ്കരിയുടെ മകന്റെ വിവാഹത്തിന് 10 കോടി രൂപ, രാജ്നാഥ് സിംഗിന് 100 കോടി, അദ്വാനിക്കും മുരളി മനോഹർ ജോഷിക്കും 50 കോടി, ജഡ്ജിമാർക്കും അഭിഭാഷകർക്കുമായി 500 കോടി രൂപ എന്നിങ്ങനെ നൽകി എന്നാണ് ഇംഗ്ലീഷ് മാഗസിൻ പുറത്തുവിടുന്നത്. ഈ ആരോപണം തെറ്റാണ് എന്നും ഈ റിപ്പോർട്ട്, അതായത് സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പോടുകൂടിയത് എന്ന തരത്തിൽ മാഗസിൻ പുറത്തുവിട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ തെറ്റാണ് എന്ന് യെദ്യൂരപ്പ പറയുകയും ചെയ്തു. ധന്യ. ശരി അഭിലാഷ്. BJP നേതാക്കൾക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. കേന്ദ്ര ഏജൻസികൾക്ക് സ്വതന്ത്രമായി അന്വേഷണം നടത്താനാകില്ല. ബംഗാളിൽ കോൺഗ്രസുമായി സഖ്യനീക്കമല്ല CPM ഉദ്ദേശിച്ചത്. ചില സീറ്റുകളിൽ പരസ്പരം മത്സരം ഒഴിവാക്കാനായിരുന്നു ശ്രമം. എന്നാൽ കോൺഗ്രസ് ഈ നീക്കം തകർത്തു. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലെന്നും പ്രകാശ് കാരാട്ട് കണ്ണൂരിൽ പറഞ്ഞു. 1,800 crores were given by Mr. Yediyurappa to the party and to various leaders of the BJP, the top leaders of the BJP. This needs to be immediately investigated. I think what would be necessary is a court-supervised investigation. There are 6 seats, 4 of the Congress and 2 of the CPI, where we have sitting members of parliament, sitting MPs. So we said at least in these seats let us not have a contest. But unfortunately the Congress party is not willing to accept this. തുഷാർ മത്സരിക്കുന്നത് സംബന്ധിച്ച് തന്റെ മുൻ നിലപാടിൽ മാറ്റമില്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. യോഗം വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് വേണം തുഷാർ മത്സരിക്കാൻ. ജയിക്കുമോ തോൽക്കുമോ എന്ന് പറയാനാകില്ല. തൃശൂരിൽ മത്സരിച്ചാൽ ഈഴവ സമുദായത്തിന്റെ പിന്തുണ കിട്ടും. അവിടെ TN പ്രതാപൻ തോൽക്കുമെന്നത് ഉറപ്പാണ്. ശബരിമല വിഷയം ഇടതുമുന്നണിക്ക് ഗുണമാകുമെന്നും നഷ്ടം UDF-നായിരിക്കുമെന്നും വെള്ളാപ്പള്ളി ന്യൂസ് 18നോട് പറഞ്ഞു. എനിക്ക് തോന്നിയത് ഈ പ്രശ്നം പരിഹരിക്കാൻ വളരെ എളുപ്പം. ഇവർ രണ്ടുപേരുടെയും തർക്കം പരിഹരിക്കാൻ വേണ്ടിയിട്ട് സുരേന്ദ്രനെ തൃശ്ശൂർ കൊടുക്ക്, തുഷാർ പത്തനംതിട്ട, ശ്രീധരൻപിള്ളിക്ക് പത്തനംതിട്ടയെ കൊടുക്ക്. അപ്പോൾ ഇവർ തർക്കം തീർന്നല്ല. അവർക്ക് അതിനൊന്നും നിർബന്ധമില്ലെങ്കിൽ പ്രതാപന് സാധ്യത വളരെ കുറവാണ്. കാരണം പ്രതാപന് പൊതുവെ പറഞ്ഞാൽ ഒരുപാട് പ്രതാപം കാണിച്ച് ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ്. തുഷാറിൻ്റെ ആ സാധ്യത, അവിടുത്തെ സാധ്യതയെപ്പറ്റി എനിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ബാക്കി ഉള്ള സമുദായങ്ങളുടെ ഇക്വേഷൻസ്. അച്ഛനെ ഏതാനും തള്ളിപ്പറയത്തില്ല, എന്നെ ഉറപ്പാണ്. ഞാൻ തള്ളിപ്പറഞ്ഞാലും എന്നെ തള്ളിപ്പറഞ്ഞാൽ പറയത്തില്ല. ഞാൻ ആ ലാസ്റ്റ് പറഞ്ഞ ഡിമാൻഡിൽ ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുകയാണ്, രാജിവെക്കണം. പക്ഷെ അയാൾ പറഞ്ഞല്ലോ, അതിന് തർക്കിക്കണ്ടാരും. ഞാൻ SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്ന് അയാൾ പ്രസ്താവിച്ചു കഴിഞ്ഞല്ലോ. അച്ഛനും മകനും രാഷ്ട്രീയത്തിലില്ല. അവർ പ്രവർത്തിക്കട്ടെ, മത്സരിക്കട്ടെ, ആരെങ്കിലും ജയിക്കട്ടെ തോക്കട്ടെ, അതിനൊന്നും നമുക്ക് ഒരു തർക്കമില്ല, അതിനൊന്നും നമുക്ക് പ്രയാസമില്ല. ഞാൻ ആർക്കും വേണ്ടി പ്രചരണത്തിറങ്ങില്ല. ഇത്തവണ SNDP ശരിദൂരത്തിലാണ്. തുഷാറിനല്ല, ആർക്കും വേണ്ടി പ്രചരണത്തിൽ പോകില്ല. ഇനിയൊരു നഷ്ടം സ്വകാര്യ ജീവിതത്തിൽ ഇല്ലാതെ കുടുംബവും അതുമായിട്ട് നോക്കി പോകുന്നതാണ് ഒരു നല്ലതെന്ന് ഒരു പ്രായമായി വരുമ്പോൾ എനിക്ക് തോന്നിയാൽ, ഒരച്ഛൻ എന്ന നിലയിൽ ചിന്തിച്ചാൽ അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുമോ? പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കും. K. സുരേന്ദ്രൻ തന്നെയാകും സ്ഥാനാർത്ഥിയാവുക. തൃശൂരിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് തുഷാർ വെള്ളാപ്പള്ളി ഇന്ന് BJP കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കും. ഇതോടെ 3 മുന്നണികളുടെയും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം പൂർത്തിയാകും. ഇന്നലെ മാറ്റിവെച്ച പത്തനംതിട്ടയിൽ BJP ഇന്നു തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് നേതാക്കൾ നൽകുന്ന വിവരം. ശ്രീധരൻപിള്ളയ്ക്കൊപ്പം സജീവമായി പരിഗണിച്ചിരുന്ന K. സുരേന്ദ്രൻ തന്നെയാകും സ്ഥാനാർത്ഥി. പത്തനംതിട്ടയിലേക്ക് ഒരു പേര് മാത്രമാണ് കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയതെന്നും വൈകാൻ കാരണമറിയില്ലെന്നുമായിരുന്നു ജനറൽ സെക്രട്ടറി MD രമേശിന്റെ പ്രതികരണം. പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഒരു പേര് മാത്രമേ ഉള്ളൂ. അത് കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കും. അതിന് എന്തെങ്കിലും താമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറ്റെന്തെങ്കിലും കാരണമായിരിക്കും. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു ഇന്ന് നേതാക്കൾ പ്രധാനമായും നേരിടേണ്ടി വന്നത്. എനിക്കറിഞ്ഞുകൂടാ, കാരണം ഞാൻ അത്രത്തോളം ഉയർന്ന നേതാവല്ല. അതിൻ്റെ ഉന്നതാധികാര സമിതിയിലൊന്നും ഞാനില്ല. ഞാൻ ഇവിടുത്തെ ഒരു സ്ഥാനാർത്ഥി മാത്രമാണ്. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാൻ തയ്യാറായില്ലെങ്കിൽ K. സുരേന്ദ്രനെ പരിഗണിക്കേണ്ടി വരുമെന്നാണ് പ്രഖ്യാപനത്തിന് തടസ്സമായി നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത്. സമ്മർദ്ദത്തിന് വഴങ്ങി തുഷാർ ഇന്നു തന്നെ സന്നദ്ധത അറിയിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയെയും വീണ ജോർജിനെയും നേരിടാൻ ശബരിമല സമരം നയിച്ച സുരേന്ദ്രൻ തന്നെ എത്തുമെന്ന് വ്യക്തമായി. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. BJPയുടെ രണ്ടാം പട്ടിക ഇന്ന്. BJPയിൽ ചേർന്ന ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീറും പട്ടികയിൽ ഇടം പിടിച്ചേക്കും. ഗംഭീർ ന്യൂഡൽഹി മണ്ഡലത്തിൽ മത്സരിക്കുമെന്നാണ് സൂചന.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ, മറ്റ് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിലെ 184 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ഇന്നലെ പുറത്തിറക്കിയിരുന്നു. പത്തനംതിട്ടയിലെ ചർച്ചകൾ പൂർത്തിയാക്കി പ്രഖ്യാപനം രണ്ടാം പട്ടികയിലുണ്ടാകുമെന്ന് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് സത്യ അറിയിച്ചു. രണ്ടാം പട്ടികയിലെ സ്ഥാനാർത്ഥികൾക്ക് അന്തിമ അനുമതി നൽകാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി വൈകിട്ട് യോഗം ചേരും. പ്രധാനമന്ത്രിക്കും ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്കും പുറമെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി എന്നിവരും പങ്കെടുക്കും. ഗാന്ധിനഗറിൽ LK അദ്വാനിക്ക് സീറ്റ് നിഷേധിച്ച തെരഞ്ഞെടുപ്പ് സമിതി കാൺപൂരിൽ മുതിർന്ന നേതാവ് മുരളി മനോഹർ ജോഷിയെയും ഒഴിവാക്കുമോ എന്നതാണ് രണ്ടാം പട്ടികയ്ക്ക് മുമ്പുള്ള ആകാംക്ഷ. ഇതിനിടെയാണ് ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീർ BJPയിൽ ചേർന്നത്. ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയാണ് ഗംഭീറിന് അംഗത്വം നൽകിയത്. ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് ഗംഭീർ ജനവിധി തേടുമെന്നാണ് സൂചന. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. 13 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളായതോടെ BJPയുടെ പ്രചാരണം ഊർജിതമായി. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന മണിക്കൂറുകൾക്കുള്ളിൽ പോസ്റ്ററുകളുമായി BJP സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞു. പത്തനംതിട്ടയിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ പ്രചാരണം തുടങ്ങിയത് വെങ്ങാനൂർ അയ്യങ്കാളി സ്മാരകത്തിൽ നിന്നായിരുന്നു. ആദ്യ യോഗസ്ഥലത്തേക്കുള്ള യാത്ര ന്യൂസ് 18-നൊപ്പം. ശബരിമല മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയം തന്നെ. വികസനം ഒരു വിഷയമാണ്, വിശ്വാസ സ്വാതന്ത്ര്യം മറ്റൊരു വിഷയമാണ്, അതോടൊപ്പം തന്നെ നാടിന്റെ സുരക്ഷ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ പ്രചാരണം തുടങ്ങിയത് പട്ടാമ്പിയിൽ. മറ്റുള്ള 2 മുന്നണികളെക്കാട്ടും പ്രചരണത്തില് ഞങ്ങൾ ഒരുപടി മുന്നിലാണ്. കണ്ണൂരിൽ BJP സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെയായിരുന്നു CK പത്മനാഭന്റെ പ്രചാരണ തുടക്കം. CPM-ന്റെ കോലീബി ആരോപണം പറഞ്ഞു പഴകിയതെന്ന് മറുപടി. ആ ആരോപണം കഴിഞ്ഞ എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ കേട്ട് തഴമ്പിച്ച ജനങ്ങൾ തള്ളിക്കളഞ്ഞ പരിഹാസ്യമായ ഒരു ആരോപണമാണ്. ആറ്റിങ്ങലിലെ BJP സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ വർക്കല ശിവഗിരി മഠത്തിൽ നിന്നാണ് പ്രചാരണം തുടങ്ങിയത്. അല്പം കാത്തിരിക്കേണ്ടി വന്നെങ്കിലും മികച്ച സ്ഥാനാർത്ഥികളാണ് രംഗത്തിറങ്ങിയിരിക്കുന്നതെന്ന ആത്മവിശ്വാസം BJPക്കുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തെരഞ്ഞെടുപ്പിൽ കോലീബി സഖ്യമെന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ആരോപണം തള്ളി കോൺഗ്രസും BJPയും. കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ദേശീയതലത്തിൽ CPM BJP ധാരണയാണുള്ളതെന്ന് ചെന്നിത്തല കുറ്റപ്പെടുത്തി. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലടക്കം കോൺഗ്രസിന്റെ വോട്ട് മറിച്ച പാരമ്പര്യമാണ് CPM-നുള്ളതെന്ന് കുമ്മനം രാജശേഖരനും ആരോപിച്ചു. കൊല്ലം, വടകര അടക്കമുള്ള സീറ്റുകളിൽ CPM-നെ പരാജയപ്പെടുത്താൻ കോലീബി സഖ്യം പ്രവർത്തിക്കുന്നു എന്നായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ ആരോപണം. കൊല്ലത്ത് പ്രേമചന്ദ്രനു വേണ്ടി BJP ദുർബല സ്ഥാനാർത്ഥിയാക്കിയെന്നും LDF കേന്ദ്രങ്ങൾ ആരോപിക്കുന്നു. എന്നാൽ തോൽവി മുന്നിൽ കണ്ടുള്ള CPM തന്ത്രമായാണ് കോൺഗ്രസും BJPയും ഈ നീക്കത്തെ കാണുന്നത്. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന നിലയിൽ കോൺഗ്രസിന് ദേശീയ തലത്തിൽ വോട്ട് കുറയ്ക്കുക എന്ന BJPയുടെ തന്ത്രം കേരളത്തിൽ നടപ്പാക്കാൻ CPM സഹായിക്കുകയാണ്. ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ജനങ്ങൾ തിരിച്ചറിയും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ K. മുരളീധരനായി CPM വോട്ട് മറിച്ചെന്നായിരുന്നു കുമ്മനത്തിന്റെ മറുപടി. 3ാം സ്ഥാനത്തേക്ക് CPM പോയത് എന്തുകൊണ്ടാണ്? CPM-ന്റെ വോട്ടുകൾ K. മുരളീധരന് മറിച്ചു കൊടുത്തുകൊണ്ടാണ്. മറിച്ചു കൊടുത്തതിന്റെ പേരിൽ അച്ചടക്ക നടപടിയെ നേരിടേണ്ടി വന്നില്ലേ സീമയ്ക്ക്? CPM-ഉം BJPയും ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ജയിച്ചു വന്നാൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി CPM ആരുടെ പേര് പറയുമെന്നും കുമ്മനത്തിന്റെ വെല്ലുവിളി. നിങ്ങൾ ലോക്സഭയിൽ പോകുമെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആർക്കു വേണ്ടിയാണ് കൈപൊക്കാൻ പോകുന്നത്? പറയട്ടെ. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചോദ്യത്തിന് കുമ്മനത്തിന്റെ മറുപടി ഇങ്ങനെ. ആഗ്രഹിക്കേണ്ട കാര്യം അവിടെ മുരളീധരൻ തോറ്റുപോകുന്നുള്ള കാര്യത്തിൽ സംശയം എന്താ? ന്യൂസ് 18 തിരുവനന്തപുരം. കോൺഗ്രസിനെയും BJPയെയും രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2 പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം പേരിൽ മാത്രമെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. രാജ്യത്തിന് ബദൽ നയമാണ് വേണ്ടതെന്നും PK ശ്രീമതിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. തുടർച്ചയായി 2ാം ദിവസമാണ് PK ശ്രീമതി മത്സരിക്കുന്ന കണ്ണൂരിൽ മുഖ്യമന്ത്രി പ്രചാരണം തുടരുന്നത്. ഒരു പാർട്ടി മുഴുവൻ BJP ആകുന്ന കാഴ്ചയാണ് രാജ്യത്ത് കാണുന്നതെന്ന് കോൺഗ്രസിനെ പരിഹസിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മളൊരു പ്രതിനിധിയെ തെരഞ്ഞെടുത്ത് അയച്ചു, പിന്നെ ഉറക്കില്ലാത്ത അവസ്ഥ നമുക്കുണ്ടാകരുത്. നമുക്ക് ശാന്തമായി ഉറങ്ങാൻ പറ്റണം. ഈ വോട്ട് ചെയ്ത വോട്ടർക്ക് ഞാൻ അർപ്പിച്ച വിശ്വാസം ഇയാൾ നഷ്ടപ്പെടുത്തി കളിയോ എന്ന് ചിന്തിച്ച് വിഷമിക്കാനുള്ളത്. അത്ര വിശ്വസ്തരായവരെ മാത്രമേ പാർലമെന്റിലേക്ക് അയക്കേണ്ടതുള്ളൂ. ബദൽ രാഷ്ട്രീയ സംസ്കാരം ഉയർത്തിക്കൊണ്ടുവരാൻ കേരളത്തിന് കഴിഞ്ഞു. ഉറച്ച മതനിരപേക്ഷ നിലപാടുള്ളവരെയാണ് വിജയിപ്പിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളിലും ധർമ്മടം മണ്ഡലത്തിലെ കുടുംബസംഗമങ്ങളിലും പങ്കെടുക്കുന്ന മുഖ്യമന്ത്രി നാളെയും പ്രചാരണ പരിപാടികളുമായി കണ്ണൂരിൽ തുടരും. മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. വടകരയിൽ ആർഎംപിയെ കോൺഗ്രസ് ഉപകരണമാക്കി മാറ്റിയെന്ന് LDF സ്ഥാനാർത്ഥി P. ജയരാജൻ. BJPയിലേക്കുള്ള പാലമായിട്ടാണ് കോൺഗ്രസ് ആർഎംപിയെ ഉപയോഗപ്പെടുത്തുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് രാഷ്ട്രീയ കേസുകളിൽ ജാമ്യമെടുക്കാൻ എറണാകുളത്തെ കോടതിയിലെത്തിയപ്പോഴായിരുന്നു പ്രതികരണം. അല്ല, ആർഎംപിയെ ഒരു ഉപകരണമാക്കി മാറ്റുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആസൂത്രണം ചെയ്തുകൊണ്ട് RSS BJPയിലേക്കുള്ളൊരു പാലം സൃഷ്ടിക്കാൻ കോൺഗ്രസിൻ്റെ വാലായി മാറിക്കഴിഞ്ഞിട്ടുള്ള ഈ RMP എന്ന ചെറിയൊരു സംഘടനയെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കോഴിക്കോട് ഐ ഗ്രൂപ്പ് യോഗം ചേർന്ന സംഭവം കോൺഗ്രസ് അന്വേഷിക്കുമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അച്ചടക്ക ലംഘനം ബോധ്യപ്പെട്ടാൽ നടപടിയുണ്ടാകും. KPCC ഈ വിഷയം ഗൗരവത്തോടെ കാണുമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. അത് അന്വേഷിച്ചുകൊണ്ട് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് ആരുടെയെങ്കിലും ഭാഗത്തുണ്ടായിട്ടത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കർശനമായ നടപടികൾ സ്വീകരിക്കും. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അച്ചടക്കം ലംഘിച്ചുകൊണ്ട് ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. പെരിയ ഇരട്ട കൊലപാതകം വ്യക്തിവൈരാഗ്യം മൂലമെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. കൊലപാതകത്തിൽ മുൻ MLA KV കുഞ്ഞിരാമന്റെയോ CPM ജില്ലാ നേതാക്കളുടെയോ പങ്ക് കണ്ടെത്താൻ സാധിച്ചില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേസ് CBI അന്വേഷിക്കണമെന്നും യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണമെന്നും KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ വൈരാഗ്യം മൂലമാണ് കൊലപാതകമെന്ന പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ഇല്ലാതെയാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. പെരിയ ഇരട്ടക്കൊലപാതകം തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമായി UDF ഉന്നയിക്കുന്നതിനിടെയാണ് ക്രൈംബ്രാഞ്ച് മറിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിച്ചത്. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കൊലപാതകം കൊട്ടേഷൻ സംഘം നടത്തിയതല്ലെന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക കണ്ടെത്തൽ. മുൻ MLA KV കുഞ്ഞിരാമന്റെയോ CPM ജില്ലാ നേതാക്കളുടെയോ പങ്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കേസ് CBIക്ക് കൈമാറണമെന്നും യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണമെന്നും KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു. വിശ്വാസ്യത അവകാശപ്പെടാൻ സാധിക്കുന്ന CBI തന്നെ ഇത് അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളത്. ആ അന്വേഷണം ഞാൻ വീണ്ടും ഇവിടെ വെച്ച് ആവർത്തിക്കുകയാണ്. ആ അന്വേഷണത്തിൽ കുറഞ്ഞ ഒന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വീകാര്യമല്ല. ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരനെ ശരത് ലാൽ മർദ്ദിച്ചതാണ് കൊലപാതകത്തിന് കാരണമായതെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. കൃപേഷിനെ കൊലപ്പെടുത്താൻ കൊലയാളി സംഘത്തിന് ഉദ്ദേശമുണ്ടായിരുന്നില്ല. എന്നാൽ ശരത് ലാലിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന കൃപേഷും ആക്രമിക്കപ്പെട്ടു. 9 അംഗ സംഘമാണ് കൊല നടത്തിയത്. ക്രൂരമായി വെട്ടിയത് അനിൽ, സുരേഷ് എന്നീ CPM പ്രവർത്തകരാണ്. ക്രൈംബ്രാഞ്ച് IG S ശ്രീജിത്തിന്റെ മേൽനോട്ടത്തിൽ കോട്ടയം ക്രൈംബ്രാഞ്ച് SP സാബു മാത്യുവാണ് അന്വേഷണം നടത്തിയത്. വിദേശത്തുള്ള IG ശ്രീജിത്ത് മടങ്ങിയെത്തിയ ശേഷം DGPക്ക് റിപ്പോർട്ട് കൈമാറും. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ പീഡനത്തിനിരയായെന്ന പരാതി നൽകിയ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിൽ യുവതി പോലീസിന് നൽകിയ മൊഴി ആവർത്തിച്ചതായാണ് സൂചന. സംഭവത്തിൽ യുവാവിന്റെ അറസ്റ്റ് ഉടനുണ്ടാവുമെന്ന് പോലീസ് വ്യക്തമാക്കി. യുവതി ചികിത്സയിലുള്ള ആശുപത്രിയിലെത്തിയാണ് മജിസ്ട്രേറ്റ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. 2018 ജൂണിൽ ചെർപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് യുവാവിന്റെ പീഡനത്തിനിരയായി എന്ന പരാതി യുവതി ആവർത്തിച്ചതായാണ് സൂചന. സംഭവത്തിൽ യുവാവിനെതിരെ കേസെടുത്തിരുന്നുവെങ്കിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിരുന്നില്ല. രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ വസ്തുതാ പരിശോധന നടത്തിയ ശേഷം യുവാവിനെ അറസ്റ്റ് ചെയ്യും. യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ വൈരുദ്ധ്യം തോന്നിയതിനെ തുടർന്നാണ് രഹസ്യമൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചത്. 2018 കോളേജ് മാഗസിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നതായും ഇതിൽ സഹായിച്ച യുവാവാണ് പീഡിപ്പിച്ചതെന്നുമാണ് യുവതിയുടെ മൊഴി. ന്യൂസ് 18 പാലക്കാട്. വിവാദ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിൽ മൂന്നാർ ഗ്രാമപഞ്ചായത്തിനെതിരെ ആഞ്ഞടിച്ച് ഹൈക്കോടതി. കോടതി വിധി മറികടന്ന് നിർമ്മാണം നടത്തിയ പഞ്ചായത്തിനെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചു. പഞ്ചായത്തിന്റെ നിർമ്മാണ പ്രവർത്തനം അനധികൃതമാണ് എന്നും സർക്കാരും റിപ്പോർട്ട് നൽകി. വിവാദ ഷോപ്പിംഗ് കോംപ്ലക്സിന് റവന്യൂ വകുപ്പ് നൽകിയ സ്റ്റോപ്പ് മെമ്മോ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് നൽകിയ ഹർജി പരിഗണിക്കവെയാണ് പഞ്ചായത്തിനെതിരെ ഹൈക്കോടതി ആഞ്ഞടിച്ചത്. മുതിരപ്പുഴയാറിന്റെ വശങ്ങളിൽ നിർമ്മാണത്തിനുള്ള വിലക്കും NOC നിർബന്ധമാക്കിയുള്ള ഡിവിഷൻ ബെഞ്ച് ഉത്തരവും പഞ്ചായത്തിന് അറിയില്ലേ എന്ന് കോടതി ചോദിച്ചു. തദ്ദേശഭരണ സ്ഥാപനം തന്നെ ഇത്തരത്തിൽ നിയമലംഘനം നടത്തിയാൽ മറ്റുള്ളവർ എങ്ങനെ നിയമം അനുസരിക്കും? ഗുരുതരമായ നിയമലംഘനം നടത്തിയ പഞ്ചായത്തിനെതിരെ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടെന്നും കോടതി ചോദിച്ചു. അതേസമയം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം അനധികൃതമാണെന്ന് സർക്കാർ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. കണ്ണൻദേവൻ കമ്പനി ഭൂമി വിട്ടു നൽകിയത് പാർക്കിംഗ് ആവശ്യത്തിന് മാത്രമാണ്. പഞ്ചായത്ത് നടത്തിയത് ഗുരുതരമായ നിയമലംഘനമാണ്. സ്റ്റോപ്പ് മെമ്മോ നൽകിയ ശേഷമാണ് NOCക്ക് പഞ്ചായത്ത് അപേക്ഷ നൽകിയത്. കോടതി ചെലവടക്കം ഈടാക്കി പഞ്ചായത്തിന്റെ ഹർജി തള്ളണമെന്ന് ദേവികുളം സബ് കളക്ടർ രേണുരാജ് കോടതിയിൽ ആവശ്യപ്പെട്ടു. കേസ് അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും. ന്യൂസ് 18 കൊച്ചി.
തലസ്ഥാനത്ത് വൻ മയക്കുമരുന്ന് വേട്ട. 13 കോടി രൂപയുടെ ആശിഷ് ഓയിൽ പിടികൂടി 5 പേരെ അറസ്റ്റ് ചെയ്തു. 6 മാസത്തിനിടെ 45 കോടിയുടെ ആശിഷ് ഓയിലാണ് തിരുവനന്തപുരം സർക്കിളിൽ നിന്ന് മാത്രം പിടികൂടിയത്. എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലായിരുന്നു തലസ്ഥാനത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട. ആക്കുളം കേന്ദ്രീയ വിദ്യാലയത്തിന് സമീപത്തു നിന്നാണ് കാറിന്റെ ഡോർ പാനലിൽ ഒളിപ്പിച്ച നിലയിൽ 13 കിലോ ഹാഷിഷ് ഓയിൽ പിടികൂടിയത്. ഇടുക്കി സ്വദേശികളായ അനിൽകുമാർ ബാബു, തിരുവനന്തപുരത്തുകാരായ ഷാജൻ ഷെഫീഖ്, ആന്ധ്ര സ്വദേശി റാം ബാബു എന്നിവരാണ് അറസ്റ്റിലായത്. മോഡസ് ഓപ്പറണ്ടി അത് നേരത്തെ ഉണ്ടായിരുന്ന കേസുകൾ പോലെ ആന്ധ്രാപ്രദേശിൽ നിന്ന് സാധനങ്ങൾ ജീപ്പ് വഴി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവരിക, തമിഴ്നാട്ടിൽ നിന്ന് ഇടുക്കിയിലേക്ക് കൊണ്ടുവരിക, ഇടുക്കിയിൽ നിന്ന് തിരുവനന്തപുരമിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഈ പ്രാവശ്യം അവർക്ക് സംഭവിച്ചത് ഡിണ്ടിഗലിൽ നിന്ന് ഇങ്ങോട്ട് വന്ന വാഹനം ജീപ്പ് ഇവിടെ കേടായിപ്പോയി. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തേക്കുള്ള ലഹരികടത്ത് തടയാൻ പ്രത്യേക പരിശോധന ആരംഭിച്ചെന്ന് എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് പറഞ്ഞു. അതിർത്തി മേഖലകൾ സന്ദർശിക്കുകയും അതിർത്തി സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യും. ന്യൂസ് 18 തിരുവനന്തപുരം. ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൃതദേഹവുമായി മലപ്പുറം നഗരസഭ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം. നഗരസഭാ ശ്മശാനത്തിൽ സംസ്കാരത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധ സമരം. ഒടുവിൽ അനുമതി നൽകിയതോടെയാണ് 1 മണിക്കൂറിലധികം നീണ്ട നാടകീയ രംഗങ്ങൾക്ക് വിരാമമായത്. കഴിഞ്ഞ ദിവസം പുഴയിൽ മുങ്ങി മരിച്ച മേട്ടുപ്പാളയം സ്വദേശി സുന്ദരന്റെ മൃതദേഹവുമായാണ് നഗരസഭാ ഓഫീസ് ഉപരോധിച്ചത്. സുന്ദരൻ മലപ്പുറത്ത് ആക്രിപെറുക്കിയാണ് ഉപജീവനം നടത്തിയിരുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നഗരസഭാ ശ്മശാനത്തിലെത്തിച്ചെങ്കിലും സംസ്കരിക്കാൻ അധികൃതർ തയ്യാറായില്ല. അസ്വാഭാവിക മരണമായതിനാൽ ബന്ധുക്കളാരുമില്ലാതെ മൃതദേഹം ദഹിപ്പിക്കാൻ കഴിയില്ലെന്നായിരുന്നു അധികൃതരുടെ നിലപാട്. കുഴികുത്തി മറവു ചെയ്യാൻ അനുവദിച്ചെങ്കിലും അതിനും കാലതാമസം വന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും സംസ്കാരം നടക്കാത്തതോടെയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളടക്കമുള്ളവർ മൃതദേഹവുമായി നഗരസഭയ്ക്ക് മുന്നിലെത്തി പ്രതിഷേധിച്ചത്. അപ്പോൾ ഇത്തരൊരവസ്ഥകൾ മേലിൽ എവിടെ ആവർത്തിക്കാതിരിക്കാൻ വളരെ വിനയത്തോടുകൂടി എല്ലാവരോടും പറയാം. അല്ലെ നമുക്ക് ഇതിൽ വാശി മറ്റൊന്നുമില്ല, വളരെ നിഷ്പക്ഷമായിട്ട് പറയാം. പക്ഷേ പോലീസൊക്കെ വളരെ ഈ കേസിലല്ല എല്ലാ കേസിലും പോലീസൊക്കെ വളരെ ഉത്തരവാദിത്തത്തോടെ എല്ലാ കാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇത്തരം നിലപാടുകളിൽ മനുഷ്യസഹജമായ എല്ലാവരും, അതിൽ കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദം എന്നീ എല്ലാവരും. ഒടുവിൽ സംസ്കാരത്തിന് അനുമതി നൽകിയതോടെയാണ് 1 മണിക്കൂറോളം നീണ്ട പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഇതിന് വച്ച ആളില്ല എന്നുള്ളത് പേരും അഡ്രസ്സൊക്കെ ഉണ്ട്. പിന്നെ സ്വന്തമായി ഏറ്റെടുക്കാനും ആളില്ല, വേറെ ആരും ഇവിടെ ഇല്ലതാനും. തുടർന്ന് മുണ്ടുപറമ്പ് ശ്മശാനത്തിൽ സുന്ദരന്റെ മൃതദേഹം സംസ്കരിച്ചു. ന്യൂസ് 18 മലപ്പുറം. 5 മണി വാർത്ത പൂർണ്ണമാവുന്നു. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവർത്തമാനത്തിൽ ജോയ് ചേരും. നമസ്കാരം.